മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നൽകിയ ജാമ്യ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. പരാതിക്കാരിയുമായി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണെന്നാണ് ഹർജിയിൽ രാഹുലിന്റെ വാദം. വിദേശത്തുള്ള പരാതിക്കാരുടെ മൊഴി ഓൺലൈനായി രേഖപ്പെടുത്തി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരം പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കരുതെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നൽകിയ ജാമ്യ ഹർജി ഇന്നാണ് കോടതി പരിഗണിക്കുക. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഒരു ജാമ്യ ഹർജി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത്. ഇപ്പോൾ ഈ ഒരു ജാമ്യ ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. പരാതിക്കാരിയുമായി തനിക്ക് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യ ഹർജി രാഹുൽ നൽകിയിരിക്കുന്നത്. വിദേശത്തുള്ള പരാതിക്കാരുടെ മൊഴിയും ഓൺലൈനായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ രാഹുൽ സമീപിച്ചത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരം പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കരുതെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. ഒരുപക്ഷെ ഈ MLA പദവി ഉപയോഗിച്ച് അതിജീവതയെ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം കോടതി തള്ളിയത്. അതിനുശേഷമാണ് ഉഭയസമ്മത പ്രകാരമാണ് തനിക്ക് താൻ ബന്ധം സ്ഥാപിച്ചതെന്നാണ് രാഹുലിന്റെ വാദം. ഈ ഒരു വാദത്തിന്മേലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഒരു ഹർജിയാണ് ഇന്ന് പരിഗണിക്കുക.